ഗുഡ് മോർണിംഗ് പ്രിയമുള്ള മക്കളെ. നമ്മള് നിങ്ങൾ വെക്കേഷനിലൂടെ ഒക്കെ കടന്നു പോവാണ്. നമ്മൾ വെക്കേഷൻ എന്ന് പറയുമ്പോൾ അടുത്തൊരു ഇയറിലേക്ക് നമ്മൾ വേണ്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചേഞ്ചസിലൂടെ റിമാർക്കബിൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദശലക്ഷക്കണക്കിന് കോപ്പികൾ ഇട്ടഴിച്ച് ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു മഹാഗ്രന്ഥം തന്നെയാണ് ആറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിന്റെ. അതെന്ന് വായിച്ചപ്പോ അതിന്റെ സബ് ടൈറ്റിൽ തന്നെ ഇതാണ്: ടൈനി ചേഞ്ചസ്, റിമാർക്കബിൾ റിസൾട്ട്സ്. ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്തുക, നമ്മളെ ചില ശീലങ്ങളിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക, വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോ അത്തരം ഒരു ഹാബിറ്റ്, ചെറിയ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ റിസൾട്ടാണ് ഉണ്ടാക്കാൻ പോവുക. അതുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉണർന്നെണീക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു ശീലം ഉണ്ടാവും. നമ്മളെ ബെഡിന് അലസമായിട്ട് ഇട്ടേച്ചു പോകുന്ന ഒരു രീതി. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുന്നതിന്റെ ആദ്യ ലക്ഷണമാണ് അത്. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചില ശീലങ്ങൾ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് മാറ്റാൻ വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ശീലമല്ല നമ്മളെ നയിക്കുന്നത്, ഒരു സിസ്റ്റം ആണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഒറ്റപ്പെട്ട ശീലം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വളരെ കഷ്ടപ്പാടും വളരെ പ്രയാസം തോന്നും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സിസ്റ്റം ഓഫ് ഹാബിറ്റ്സ്, ഒരു ശീലങ്ങളുടെ ഒരു കൂട്ടം നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കൈവെക്കേണ്ടത്. ഓരോ ദിവസം ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഐഡന്റിറ്റി തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മാറാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്. അപ്പോ രാവിലത്തെ കാര്യം പറഞ്ഞതുപോലെ ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ കാര്യമായിരിക്കും. അത് ഇത്രയും വലിയ റിസൾട്ട് ഒക്കെ ഉണ്ടാക്കുമെന്ന് ഒരുപക്ഷെ നമുക്ക് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷെ നിങ്ങൾ ചെയ്തു തുടങ്ങും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ആ ബെഡൊക്കെ എല്ലാം വൃത്തിയില് ഒതുക്കി നല്ല രീതിയിൽ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെച്ച് ബെഡ് മേക്കിംഗ് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. തുടർന്ന് ഓരോ ദിവസവും ചെറിയ 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 ശീലങ്ങള് നമ്മൾ ഒരുപക്ഷെ അശ്രദ്ധമായി വിട്ടു പോകുന്ന, മറന്നു പോകുന്ന ചില ശീലങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ വാതിൽ അടച്ചാൽ അല്ലെങ്കിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അടക്കാൻ മറക്കുക. ചില സാധനങ്ങൾ നമ്മൾ ഷെൽഫിൽ നിന്നൊരു പുസ്തകം എടുത്ത് വെച്ച് ടേബിളിൽ വെച്ചിട്ടുണ്ടാവും, തിരിച്ച് അങ്ങോട്ട് നമ്മുടെ ആ ഒരു ഭാഗം തൽക്കാലം നിർത്തുമ്പോൾ അത് തിരിച്ച് ഷെൽഫിലേക്ക് തന്നെ വെക്കാൻ മറന്നു പോകുന്ന ശീലം. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും നമ്മളെ കൂടെയുള്ളവർക്കും നമുക്ക് തന്നെയും ഒരുപാട് പ്രയാസം സൃഷ്ടിക്കാം. ആ ശീലങ്ങള് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓരോ ദിവസവും ഞാൻ എന്റെ ശീലങ്ങളെ അതായത് ഈ ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തതായതുകൊണ്ട് തന്നെ അതിനെ എടുത്തു ഒഴിവാക്കാനും നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ബെഡ് മേക്കിംഗ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ കൊണ്ടുവരുന്ന, പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന, നമ്മൾ അറിയാതെ നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതൊന്ന് ശാന്തമായിരുന്നൊന്ന് നോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു ശീലത്തിൽ മാറ്റങ്ങൾ വരുത്തി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഉൾക്കൊണ്ട് കുറച്ച് അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി നമ്മൾ നമ്മളെ ഹാബിറ്റുകളുടെ ഒരു സിസ്റ്റം തന്നെ മാറ്റി വരികയാണെങ്കിൽ നമ്മളെ ഐഡന്റിറ്റി തന്നെ മാറും.
നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ആത്മവിശ്വാസവും കൂടും. നമുക്ക് ആ ദിവസം നല്ല ഉന്മേഷം ഉണ്ടാവും. കാരണം എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണാം. നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും. ഇതില്ലാതെ നമ്മൾ രാവിലെ മുതലേ ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് ആകെ അലസമായി കടന്ന് ആകെ എവിടെയാണോ മാറ്റം വരുത്തേണ്ടതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് നമ്മുടെ ശീലങ്ങള് നമ്മൾ അറിയാതെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ശീലങ്ങളെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മാറി കുറേശ്ശെ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്കത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുക, ഒരു ശീലം കൊണ്ട്, ഒരു ചെറിയ ശീലം കൊണ്ട് തുടങ്ങുക. നിങ്ങൾ ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്ത് ഓരോ ദിവസം നിങ്ങൾ മെച്ചപ്പെട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമുക്ക് തുടർന്നുള്ള അതിന്റെ ഭാഗങ്ങളും കൂടി നമുക്ക് അടുത്ത വീഡിയോകളിൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും തുടർന്ന് കാണണം. താങ്ക് യു സോ മച്ച്.